ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 27ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് മാന്ത്രിക കണ്ണാടി. എന്താണ് മാന്ത്രിക കണ്ണാടി? നമ്മൾ എപ്പോഴും കണ്ണാടി നോക്കുന്നുണ്ടല്ലേ, പക്ഷെ നമ്മൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് ആത്മാർത്ഥമായി നമ്മളൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നമ്മളോട് നന്ദി പറയാം. അത് അങ്ങനെയുള്ളൊരു പരിശീലനമാണ് നമ്മൾ ഈ മാന്ത്രിക കണ്ണാടി എന്ന് പറയുന്ന പരിശീലനത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുറത്തെ ഭംഗി ആസ്വദിക്കുന്നു, പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, പരാതികളുണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പുറത്തെ സൗന്ദര്യം ആസ്വദിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി നമ്മളോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ, പലരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു. അവിടെ ആ സാഹചര്യം മോശമാണ്, ഇവിടുത്തെ സാഹചര്യം മോശമാണ്. പിന്നെ പലരും തരത്തിൽ നമ്മൾ പരാതികളും ഇതുകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം തള്ളി നീക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പരാതികൾ പറഞ്ഞ് നമ്മുടെ ജീവിതം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം ആസ്വദിക്കാതെ നമ്മൾ ഓരോ ദിവസവും പരാതികൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നല്ല കാര്യങ്ങളെ എങ്ങനെ ആകർഷിച്ചെടുക്കാം, നമ്മളോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്, ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മളോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനമാണ്. നമ്മളിപ്പോൾ 26 പരിശീലനങ്ങൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. 26 പരിശീലനം എങ്ങനെയുള്ളതാണ്? നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന്, പണം, ജോബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ പരിശീലനം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളോട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്ന പരിശീലനമാണ്. അപ്പോൾ നമ്മൾ ഗാന്ധിജി, ഇപ്പോൾ നമുക്ക് ഗാന്ധിജി ഒരു പ്രചോദനാത്മകമായൊരു വാചകം പറയുന്നുണ്ട്: കണ്ണാടിയിലെ ആളെ മാറ്റൂ, നിങ്ങളുടെ ലോകവും മാറും. അതായത് കണ്ണാടിയിലെ ആൾ മാറുമ്പോൾ, നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ നമ്മൾ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ പുറത്തെ ലോകം നമുക്ക് അനുകൂലമായിട്ടൊരു മാറും. നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മളോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മളെന്നും കണ്ണാടിയിൽ നോക്കുന്നുണ്ട്, നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നമ്മളോട് നന്ദിയും കൃതജ്ഞത നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ പ്രാക്ടീസ് അത് ചെയ്യാണ്. അപ്പോൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് നമ്മൾ കൃതജ്ഞത പറയുമ്പോൾ, കൃതജ്ഞതാഭരിതരായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അതൃപ്തി, നെഗറ്റീവുകൾ, അസന്തോഷം, നമ്മുടെ ഉള്ളിലുള്ള ഞാൻ പോരാ എന്നുള്ളൊരു ഭാവം, മറ്റുള്ളവരുടെ ദേഷ്യം, അതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതൊക്കെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മളിലേക്ക് ഇത് ആകർഷിച്ച് അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അതൊക്കെ മാറിപ്പോയിട്ട് നമ്മൾ നല്ലൊരു ജീവിതം, നമ്മളെ നിഷേധ വികാരങ്ങളൊക്കെ, മനസ്സിലെ വിചാരങ്ങളൊക്കെ മാറ്റിക്കളയുമ്പോൾ നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ആകർഷിച്ചെടുക്കാനും ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താനും നമ്മളൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറാനും നമുക്ക് കഴിയും. അപ്പോൾ നമ്മളായിരിക്കുന്ന തരത്തിൽ, നമ്മുടെ സൗന്ദര്യം എങ്ങനെയാണോ, നമ്മളെങ്ങനെയാണോ, നമ്മളായിരിക്കുന്ന തരത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അംഗീകരിക്കുക. നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്, സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മളെന്താണോ, എങ്ങനെയാണോ, നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്താം. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളിലും മാത്രം ഇടപെട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് നമ്മളോട് നന്ദി പറയാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ അംഗീകരിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മളിലേക്ക് എല്ലാ നന്മകളും നമ്മളിലേക്ക് വന്നു ചേരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മളതിന് വേണ്ടി നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. അതെന്നിട്ട് നമ്മളോട് തന്നെ ഉള്ളിലേക്ക് നോക്കി ഹൃദയത്തിൽ നിന്ന് നമ്മളോട് തന്നെ നമ്മൾ നന്ദി പറയുക. ഞാൻ നിന്നെ ഒരുപാട് നമുക്ക് നന്ദി പറയാം, അല്ലെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയാം. നമുക്ക് എന്താണോ നമ്മളെങ്ങനെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 കാര്യങ്ങൾ, നിങ്ങളിലുള്ള 3 കഴിവുകളോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ ലോകം മാറുമ്പോൾ, നമ്മൾ ഉള്ളിലെ ലോകം ഇന്നർ വേൾഡ് മാറ്റുമ്പോഴാണ് പുറത്ത് ഔട്ടർ വേൾഡിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ലോകത്തിന് ആദ്യം മാറ്റം, നമ്മളെ ചിന്തകളും നമ്മളെ പ്രവൃത്തിയും നമ്മുടെ വികാരങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ പുറത്തും നമുക്കതൊക്കെ സക്സസ് ആയിട്ട് വരും.
അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല കാര്യങ്ങളാണ്. ഇനി തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ കണ്ണാടിയിൽ നിൽക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കാണാൻ പറ്റുന്നൊക്കെ കാണുമ്പോഴൊക്കെ നമ്മളോട് തന്നെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. നമ്മളെപ്പോഴും കണ്ണാടിയിൽ നമ്മൾ പോരായ്മകളാണ് പറയുക, നമ്മൾ മനസ്സിൽ വിചാരിക്കും എൻ്റെ കണ്ണിങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി അങ്ങനെ പറയാതെ നമ്മൾ എന്താണോ ആയിരിക്കുന്നത് അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരാണോ നന്ദിയുള്ളവർക്ക് എത്രമാത്രം നന്ദി പറയുന്നുവോ അതിനനുസരിച്ച് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരും. നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, നന്ദി ഇല്ലാത്തവനിൽ നിന്നുള്ളതും കൂടി തിരിച്ചെടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ആ കണ്ണാടിയിൽ നോക്കി ആ വ്യക്തിയോട് കൃതജ്ഞത പറയുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് വിചാരങ്ങളൊക്കെ പോയി നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ലത് വന്ന് ചേരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നമുക്കിനി ഒരെണ്ണം കൂടിയുള്ള നമ്മൾ 27 എണ്ണം നമ്മളിപ്പോൾ ഇത് ചെയ്തു. ഇനി 28ാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞാലും എല്ലാവരും തുടർന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇത് മാത്രം നമുക്ക് ചെയ്താലും ഒരുപാട് നല്ല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യുക. പിന്നെ രാവിലെ നമ്മൾ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതാൻ പറഞ്ഞു. രാത്രിയാകുമ്പോൾ നമ്മൾ മാജിക് റോക്ക് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. നമ്മുടെ മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ നന്ദി പറയാം. അങ്ങനെയുള്ളൊരു ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.